ഇത് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഇതേപോലുള്ള 3D ഫിഗറിൻ്റെ ഫോട്ടോസും റീൽസും സ്റ്റോറീസും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഗൈസ് പലർക്കും ഒരു വിചാരമുണ്ട് ഇതൊരു 3D പ്രിൻ്റർ വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തെടുത്തേക്കുന്നതായിരിക്കും എന്ന്. കാരണം പലരുടെയും റീൽസിനകത്തെ കമൻറ്റിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത് ഇതിന് എത്ര രൂപയാവും, ഇത് എങ്ങനെയാണ് ചെയ്തത്, ഇത് എവിടെ കൊടുത്താണ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസൊക്കെ കുറേ കണ്ടിരുന്നു. സോ നിങ്ങളിന്ന് മനസ്സിലാക്കുക, ഇത് ജസ്റ്റ് ഒരു ഇമേജ് മാത്രമാണ്. അതായത് ഒരു AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്തെടുത്തേക്കുന്നത് ജസ്റ്റ് ഒരു ഇമേജ് മാത്രമാണ്. അത് നമ്മുടെ ഫോണിലോ നമ്മുടെ ടാബിലോ സിമ്പിളായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെ ഈ ഒരു ഫോട്ടോ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാമെന്നാണ്. നമുക്ക് ആൻഡ്രോയിഡിനകത്താണെങ്കിലും iOS-നകത്താണെങ്കിലും എല്ലാം ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് ആൻഡ്രോയിഡ് ടാബിനകത്താണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൽ നമുക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ കേട്ടോ. സെയിം സ്റ്റെപ്പായിരിക്കും ആൻഡ്രോയിഡിനകത്ത്. അപ്പോൾ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ആക്കുക. നമ്മുടെ ആപ്പിൻ്റെ പേര് ഗൂഗിൾ ജിമിനി എന്നാണ്. അപ്പോൾ ഗൂഗിൾ ജിമിനി എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിന് താഴെ ഇമേജ് എന്ന് കണ്ടോ, ആ ഇമേജിൻ്റെ അടുത്തൊരു ബനാന ഐക്കണാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ ആ സൈഡിലെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ്റെ പഴയ ഒരു മൂവിയിലെ പിക്കാണേ. അപ്പോൾ മാക്സിമം നല്ല HD ഫോട്ടോസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഫുൾ സൈസ് ഫോട്ടോ ഇതിന് വേണം. ദെൻ നമുക്കിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുക്കണം. പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോംപ്റ്റ് ഞാനൊരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം ആ ഫോട്ടോസ് ഒന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ടൈം പീരീഡ് എടുക്കുന്നതാണ്. അപ്പോൾ അതുവരെ നമുക്കത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾ നല്ല ഫോട്ടോസ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഔട്ട്പുട്ട് കിട്ടും. അങ്ങനെ ഫൈനലി നമ്മുടെ ഫോട്ടോ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഔട്ട്പുട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഫോട്ടോയ്ക്ക് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫോട്ടോ സേവ് ചെയ്യാം. മുകളിലത്തെ ഒരു സേവ് ഐക്കൺ കൊടുത്തിട്ട് നമ്മുടെ ഗാലറിയിലോട്ട് അത് സേവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഈ ഒരു ഫോട്ടോ നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ നമ്മൾ ആ ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അത് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ മേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വാട്ടർമാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വാട്ടർമാർക്ക് നൈസായിട്ട് അങ്ങ് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്സീഡ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വേറെ ഏത് ആപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ലൈറ്റ് റൂം അങ്ങനെ ഏത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ഫോട്ടോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇതിൽ നടുക്കൊരു പെൻസിൽ ഐക്കൺ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അപ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് നൈസായിട്ട് അങ്ങ് എറേസ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ആ ഒരു ബെൽ ഐക്കണുകൾ എനേബിൾ ചെയ്തിടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ സീ യു ഗൈസ്.